Good morning, students. Continuation of the chapter Goods and Service Tax. Portion ഒന്ന് ഓടിച്ച് നോക്കിക്കേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. കഴിഞ്ഞ 2 ക്ലാസ്സും നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് 3ാമത്തെ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് കഴിവതും നമുക്കിന്ന് GST അടുത്ത ടൈപ്പുകളൂടെ പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, a dealer buys an article for rupees 6,000 from a wholesaler. The dealer sells the article to a consumer at 15% profit. If the sales are intrastate and the rate of GST is 18%. Okay, ഇപ്പം നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ദിസ് ഈസ് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST പെയ്ഡ് ബൈ ദ ഡീലർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ ആക്ച്വലി ക്വസ്റ്റ്യൻ ഒരല്പം നീളമുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളിത് എഴുതിയെടുക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, 1 by 1 ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് 3 പേഴ്സൺസിനെ കാണാം. വൺ ഈസ് ദ ഹോൾസെയിലർ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ ഡീലർ ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ കൺസ്യൂമർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ എല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്താണ്? ബൈ ദ ഡീലർ. ഹിയർ ഓൾസോ ബൈ ദ ഡീലർ, ഹിയർ ഓൾസോ ബൈ ദ ഡീലർ. അപ്പോൾ ഇവിടെ എല്ലാം ഈ പ്രോബ്ലം ബേസ് ചെയ്യുന്നത് ഡീലറിനെയാണ്. മനസ്സിലാവുന്നോ? ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനാണ് ഡീലർ എന്ന് വിചാരിച്ചോളൂ. ഞാനൊരു സാധനം ഹോൾസെയിലറിൻ്റെ നിന്ന് മേടിച്ച് ഞാനാണ് ഇവിടുത്തെ ഡീലർ, നിങ്ങളാണ് ഇവിടുത്തെ കൺസ്യൂമർ എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പേ ചെയ്യുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്. മനസ്സിലാകുന്നു? ഞാനിത് നിങ്ങളിൽ ഓരോരുത്തർക്കും വെച്ചു. അങ്ങനാണെങ്കിൽ ഞാൻ കൺസ്യൂമറായ നിങ്ങൾ പേ ചെയ്യുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. Okay, then what is the tax payable? Output tax minus input tax. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. A dealer buys an article for rupees 6,000. Therefore, in the case of dealer, what is CP? 6,000 rupees. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡീലറായ ഞാനും എന്ത് കൊടുക്കണം? GST കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇൻപുട്ട് GST ഒന്ന് പറഞ്ഞേ. ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് CGST എത്ര ആയിരിക്കും? ഇവിടെ ഇൻട്രായാണ്, CGST വരുമ്പം ഇവിടെ GST ഈസ് 18%. 18%ൻ്റെ ഹാഫായ 9% ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 9 6 are 54, 540. Then what is input SGST? That is also same calculation, 540. Okay, ayo. Read the next sentence. The dealer sells the article to a consumer at a profit of 15%. Therefore, in the case of കൺസ്യൂമറിലോട്ട് വരിക. കൺസ്യൂമറിന് അല്ലെങ്കിൽ ഈ ഡീലറിൻ്റെ SP എത്ര ആകുന്നു? ഇവിടെ അയാൾ
15% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുന്നത്? CP ഇൻറ്റു 6000 ഇൻറ്റു 15% പ്രോഫിറ്റ് മീൻസ് 100 പ്ലസ് 15. വാട്ട് ഇസ് ദ ആൻസർ? 115/100. ഓക്കെ ആവുന്നുണ്ടോ? ദ ആൻസർ ഈസ് 6900. ഒറ്റയടിക്ക് നമ്മൾ ചെയ്തു. അല്ലെങ്കിൽ 6000 പ്ലസ് 15/100 ഇൻറ്റു 6000 ചെയ്യുന്നതിന് പകരം 6000 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ബൈ 100. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ CGST? പറഞ്ഞു, CGST എത്ര? 9% ഓഫ് 6900. What is that amount? Is it 621? Then you know that SGST is also 621. കണ്ടോ എന്തെളുപ്പം നമ്മൾ ചെയ്തു തീരുന്നു എന്ന്. Then can you say, അവിടെ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, what is the net CGST and SGST? നെറ്റ് CGST എന്ന് പറഞ്ഞേ. നെറ്റ് CGST is output CGST minus input CGST. ഓക്കെ ആയോ? 621 മൈനസ് ഡീലർ കൊടുത്തത് 540. Therefore the answer is 81. Then what is net SGST? That is also 621 minus 540 is 81 rupees. 81 rupees എന്ന് എഴുതണം. Then the last line is total amount paid by the consumer. ആ ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയവർക്ക് ആ ലാസ്റ്റ് ലൈൻ ഞാൻ സ്പീഡിൽ പറയുന്നത് ടൈം ലാഭിക്കാനാണ്. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ കൺസ്യൂമർ ഈസ്, കൺസ്യൂമർ എത്ര രൂപയ്ക്കാണ് മേടിച്ചേ? 6900 പ്ലസ്, റൈറ്റ്, 6900 പ്ലസ് 621 പ്ലസ് 621. The answer is 8142 rupees. കിട്ടിയോ നോക്കിക്കേ? 8142 rupees. വെരി ഗുഡ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ആ പ്രോബ്ലം ചെയ്യാൻ ഏകദേശം ഒരു 6 minutes എടുത്തതിൻ്റെ കാര്യം ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് മാക്സിമം ഒരു 2 or 3 minutes കൊണ്ട് ഈ ഒരു GSTയുടെ പ്രോബ്ലം വലുതാണെങ്കിൽ ചെയ്യാൻ പറ്റും. Then read the next question. A retailer buys an air conditioner from a wholesaler for rupees 35,000. അപ്പോൾ അവിടെ ആരാദ്യം ഉണ്ടായിരുന്നു? ഒരു ഹോൾസെയിലർ ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഹീ സെൽസ് it to a consumer at a profit of 8%. If the rate of GST is 28%, calculate the tax liability of the retailer. Underline the word retailer in the tax liability. അപ്പോൾ റീറ്റെയിലർ കൊടുക്കുന്ന ടാക്സിന് വിളിക്കുന്ന പേരെന്താ? ഇൻപുട്ട് ടാക്സും. റീറ്റെയിലർ കൺസ്യൂമറിന് വിറ്റപ്പോൾ കൺസ്യൂമർ കൊടുക്കുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇവിടെ ഇൻട്രായാണെന്നോ ഇൻ്റർ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എളുപ്പം ഒന്ന് എഴുതാമോ? എഴുതിക്കോ. CP is equal to 35,000. Okay. Then what is input tax? Input tax is equal to, what's the tax rate? 28% of 35,000. What is 28% of 35,000? Is it 9,800? നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം എടുക്കുവേ. 28, 9,800. And he sells it to a consumer at a profit of 8%. അപ്പം കൺസ്യൂമറിൻ്റെ കേസിൽ ടാക്സബിൾ എമൗണ്ട് എങ്ങനെ ആകും? ടാക്സബിൾ എമൗണ്ട് എത്ര ആകുമെന്നൊന്ന് പറഞ്ഞേ. ഹിസ് SP പറഞ്ഞോ. പ്രോഫിറ്റ് 8% പറഞ്ഞു. അപ്പോൾ ആൻസർ പറഞ്ഞു 35,000 ഇൻറ്റു 8% എന്ന് പറയുമ്പം
108 by 100. Is it 37,800? 37 ആർക്ക്? കൺസ്യൂമർ മേടിച്ചത് 37,800-ന്. Then what is his output tax? Output tax കൺസ്യൂമർ എത്ര രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം? 28% of 37,800. Therefore, what is the final answer? 10,584 rupees. 10,584 rupees. Then last sentence is calculate the tax liability of the retailer. Right? Tax liability of the retailer. Of the retailer is 10,584 minus 9,800. കണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് അയാൾ മേടിച്ച് കഴിഞ്ഞു 9,800. Therefore 784 is the tax liability of the retailer. മനസ്സിലാവുന്നു? റീറ്റെയിലർ ആണ് ടാക്സ് കൊടുക്കുന്നതെങ്കിൽ റീറ്റെയിലറിന് കൊടുക്കുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്. കൺസ്യൂമർ കൊടുക്കുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് മൈനസ് ഔട്ട്പുട്ട് ടാക്സ് ഈസ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദി retailer. Okay, then go to the third question. Read the third question. A manufacturer buys raw material worth rupees 4,000, paying GST at 5%. Full stop. He sells the finished product to a shopkeeper at a profit of 30%, and the rate of GST changes to 12%. Find the tax liability of the manufacturer. ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് മാനുഫാക്ചറർ and the second one is the shopkeeper. നിങ്ങൾ എന്നോട് പറഞ്ഞു ഫൈൻഡ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ മാനുഫാക്ചറർ. അപ്പം മാനുഫാക്ചറർ അടയ്ക്കുന്ന ടാക്സ് ഏതാണ്? ഇൻപുട്ട് ടാക്സും ഷോപ്പ് കീപ്പർ അടയ്ക്കുന്ന ടാക്സ് ഔട്ട്പുട്ട് ടാക്സും. അപ്പം മാനുഫാക്ചറിൻ്റെ പറഞ്ഞു എ മാനുഫാക്ചറർ ബൈസ് റോ മെറ്റീരിയൽ വർത്ത് rupees 4,000 പേയിങ് 5% GST. അപ്പം CP is 4,000. Okay, then tax rate is 5%. Then input tax is equal to, ഇവിടെ ഇൻട്രായാണോ ഇൻ്ററാണോ എന്നൊന്നും പറയുന്നില്ല, ശ്രദ്ധിക്കണം. അന്നേരം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? 5% ഓഫ് 4,000. പെർസെൻറ്റേജ് കാണാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. ദാറ്റ് ഈസ് 200 rupees. എഴുതിയോ? 200 rupees. വെരി ഗുഡ്. ഇനി ഒന്ന് വായിച്ചേ അടുത്ത സെൻറ്റൻസ്. He sells the finished product to a shopkeeper at a profit of 30%. അപ്പോൾ ഇനി അടുത്ത ആളാരാണ്? ഔട്ട്പുട്ട് ടാക്സ് കയറി വരുന്നത് ഷോപ്പ് കീപ്പറിന്. അപ്പോൾ ഷോപ്പ് കീപ്പറിൻ്റെ CP അല്ലെങ്കിൽ SP എന്താവുമെന്ന് പറഞ്ഞു? 4,000 ഇൻറ്റു, നമുക്ക് SP എന്ന് എഴുതാം. 4,000 ഇൻറ്റു 30% പ്രോഫിറ്റ്. അപ്പോൾ CP ഇൻറ്റു 100 + 30 പറഞ്ഞു 130 by 100. അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതോ ഞാൻ വെറുതെ സമയം കളയുന്നേ ഉള്ളോ? 13 ഇൻറ്റു 4 ഈസ് 520. ദെൻ പുട്ട് 10. എത്രയായി? 5,200. അപ്പോൾ അവിടുത്തെ GSTക്ക് വ്യത്യാസമുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 12%. ദെൻ റൈറ്റ് ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് ഈസ് ഈക്വൽ ടു 12% of 5,200. What is that amount? 0 zeros cancel. I think the answer is 624. 624. Okay. Then what is the tax liability? Tax liability is output tax minus output tax
minus input tax, that is equal to 624 minus 200, that is equal to 424 rupees. Is it clear? What is the tax liability of the manufacturer? Manufacturer input tax കൊടുക്കണം, ഷോപ്പ്കീപ്പറിൻ്റെ നിന്ന് ഔട്ട്പുട്ട് ടാക്സ് മേടിച്ചു കഴിഞ്ഞാൽ the tax liability is 424. സ്പീഡ് ചെയ്തേ. Is it clear? Next question പറയട്ടെ. Then copy the fourth question. അത് കാണുമ്പോൾ ഒരു ഇച്ചിരി ലെങ്തിയാണ്. A retailer buys a TV from a manufacturer for rupees 25,000. അപ്പോൾ ഇവിടെ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ കുഞ്ഞുങ്ങളെ വായിച്ചിട്ട്. He marks the price of the TV 20% above CP and sells it to a consumer at 10% discount on MP. If the sales are intrastate and the rate of GST is 12%, find, what's the first question? Marked price of the TV, consumers CP inclusive of tax, then GST paid by the retailer to the central and state government. ഓക്കെ ആയോ? ഞാൻ പറയുന്നത് നിങ്ങൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നോ? നമ്മൾ ആക്ച്വലി പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് 80% ഇതൊക്കെ പഠിച്ചതാണ്. അതൊക്കെ ആക്ച്വലി നിങ്ങളുടെ മെമ്മറിയിലുണ്ട്. അപ്പം നമ്മളൊന്ന് റീകളക്ട് ചെയ്യുന്നേ ഉള്ളൂ. എ റീറ്റെയിലർ ബൈസ് എ TV ഫ്രം എ മാനുഫാക്ചറർ. പറഞ്ഞോ, ആദ്യത്തെ ആളാരാ? മാനുഫാക്ചറർ ടു റീറ്റെയിലർ. A retailer buys a TV from a manufacturer for rupees 25,000. He marks the price of the TV 20% above CP. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? അവൻ ഈ 25,000 മേടിച്ചിട്ട് ഹി മാർക്സ് ദ പ്രൈസ് 20% എബോവ് എന്ന് പറഞ്ഞാൽ 20% കൂട്ടിയാണ് വില എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Find the marked price of the TV. Marked price MP of the TV is equal to, പറഞ്ഞോ, how to find? 25,000ൻ്റെ 20% കൂട്ടിയിട്ടു ആണോ? അല്ലെങ്കിൽ 25,000 into 120 by 100. ഓക്കെ ആവുന്നോ? എനിവേ ദ ആൻസർ ഈസ് 30,000. 30,000. 25,000 into 120 by 100 ചെയ്താലും യു വിൽ ഗെറ്റ് 30,000. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ദ TV ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കോ. ആൻഡ് ഹി സെൽസ് ഇറ്റ് ടു എ കൺസ്യൂമർ. അപ്പോൾ ഇനി അടുത്ത ആൾ ആരുണ്ട് ഇവിടെ? അടുത്തതൊരു കൺസ്യൂമറുണ്ട്. കൺസ്യൂമറിന് വീണ്ടും ഇത് 10% ഡിസ്കൗണ്ടിന് കൊടുത്തു. അപ്പം കൺസ്യൂമറിൻ്റെതൊന്ന് വായിച്ചേ നിങ്ങൾ. കൺസ്യൂമറിന് കിട്ടുന്നത് he sells it to a consumer at a discount of 10%. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇതെന്തോ കിട്ടുമെന്ന് നോക്കിക്കേ. SP is equal to 30,000. അവൻ വില കൂട്ടിയിട്ടേച്ച് അവൻ പറയുന്നു ഞാൻ 10% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞാൽ 100 minus 10% by 100. അപ്പോൾ 27,000 ആക്കി. നിങ്ങൾക്ക് അയാളുടെ ബുദ്ധി മനസ്സിലായോ? അയാൾ 25,000 രൂപയ്ക്ക് മേടിച്ച സാധനം 30,000 രൂപയാണ് വിലയെന്ന് പറഞ്ഞേച്ച് അയാൾ കൺസ്യൂമറിനോട് പറയുവാണ് 30,000-ന് ഞാൻ 27,000 തരാമെന്ന്, 10% ഡിസ്കൗണ്ട് തരാമെന്ന്.
അങ്ങനെയാണ് ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചത്. കൺസ്യൂമർ സി പി അപ്പോൾ എന്താകും? 27,000 ഇനി ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് വരുമ്പോൾ CGST ഓഫ് ദ കൺസ്യൂമർ, റൈറ്റ്? CGST ഓഫ് ദ കൺസ്യൂമർ മീൻസ് 27,000 into the rate of GST is 12% means 6/100, that is equal to 1620 rupees. And SGST is also 1620 rupees. Listen, then what is consumers total cost inclusive of tax is 27,000 plus 1,620 plus 1,620 is equal to 30,240. That is consumers CP inclusive of tax. Now is GST paid by the retailer. You know that retailer buys a TV from a manufacturer for rupees 25,000. Understand? Then what is input tax? Input tax, say the answer. 25,000 into say the answer. 25,000 into, we know that intra ആണ് 12% ആണ്. Plus 6/100 is equal to 1,500. Okay, avunu 1,500. Therefore, what is CGST? CGST, write the next sentence. CGST paid by the retailer. CGST paid by the retailer. CGST paid by the retailer is equal to, retailer എത്ര രൂപയ്ക്കായിരുന്നു അവൻ്റെ ഔട്ട്പുട്ട്? 1620. Agree? 1620 minus 1,500 is equal to rupees, പറഞ്ഞു, 120. അങ്ങനെയാണെങ്കിൽ what is the SGST? SGST paid by the retailer is also 120 rupees. Okay. Next, what is the total GST paid by the retailer? Total GST paid by the retailer is equal to CGST 120, SGST 120 ആകുമ്പോൾ എത്ര അവൻ കൊടുത്തത്? 240. Understand? CGST paid by the retailer to the central and state government, that is 120 plus 120, 240. All of you write down the next type question. Marked price is given. Discount, different items are given here, but the GST rate is common. All the items GST is 12%. Look here. Here the MRP is given and discount is given. Therefore, can you find the selling price? എപ്പോഴും സെല്ലിംഗ് പ്രൈസിനല്ലേ നമ്മൾ ഇത് കൊടുക്കേണ്ടത്. 250യുടെ എത്ര പെർസെൻറ്റാ? 250 into 70/100. Can you say what is the answer? 175. Then 200 into 60/100. Is it 120? Then 150 into, what is 100 minus 32? 68/100. The answer is 102. സമയം പെട്ടെന്ന് പോകുന്നത് കൊണ്ടാണ് മിസ് ഇത്ര സ്പീഡ് എടുക്കുന്നത്. 80%, 20% ഡിസ്കൗണ്ടാണ്. Therefore
300 into 80 by 100 is equal to 240. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഓരോന്നിനും സെപ്പറേറ്റ് 12% GST കൊടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റ് എന്തോ എഴുതണം? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആഡ് 175 plus 120 plus 102 plus 240. The answer is 637. But in the question it is given this is intrastate transaction. Therefore, CGST for this item is 6% of 637. That is equal to 38.22. To cancel, not cancel 6 and 100, multiply the numerator and change the decimal. That is easy. Then SGST is also 38.22. Agree? Now, amount of bill is equal to, amount of bill is equal to 637 is the total cost plus 38.22 plus 38.22. The final answer 713.44. Do by yourself and find the final answer 713.44. Then ഒരല്പസമയം കൂടി ഇരുന്നേ നമുക്ക് ഈ ടോപ്പിക് അങ്ങ് തീർത്തെടുക്കാം. Then all of you finish. Then write the last type problem. A product is sold from ശ്രദ്ധിച്ച് വായിക്കണം. sold from Kanpur to, കാൺപൂർ എവിടെയാണ്? UP ഒരു പ്ലേസ് ആണ്. To Benares, that is also in UP. That means within the state means intra. And then from Benares to Ranchi. Ranchi is in Jharkhand. That means one place to one state to another state at a profit of 4,000. If the rate of GST is 18%, find the net GST payable at Benares. Okay. All of you write down. ഇതൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചേ. When the product is sold from Kanpur to Benares, right? Kanpur to Benares means intra-state. Benares, same state. Okay, intra-state transaction. Therefore, for the dealer in right, Kanpur is his SP is rupees 12,000. Therefore, what is CGST? നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെ CGST is the total GST is 18%. Therefore, 9 by 100 into 12,000. Okay, ആവുന്നുണ്ടോ? That is 1080. And you know that SGST is also 1080 rupees. Okay, 1080 rupees. ഇനി നിങ്ങൾ ഓർത്തോണം, ഇതിനി ബനാറസിൽ നിന്ന് റാഞ്ചിയിലോട്ട് പോയി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? Can you say what is the input tax? Input tax is, ബനാറസുകാരാണ് കൊടുക്കേണ്ടത് input tax. Input tax is പറഞ്ഞോ, 1080 plus 1080, that is 2160. ഓക്കെ, അടുത്തത് വായിച്ചേ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. This is sold from Benares to Ranchi at a profit of rupees 4,000. 12,000 മേടിച്ചത് 4,000 രൂപ കൂട്ടി വിറ്റെന്ന് അവിടെ ഈ പ്രോബ്ലത്തിൽ പെർസെൻറ്റേജ് അല്ല, ഡയറക്റ്റ് തന്നേക്കുന്നു. മനസ്സിലാകുന്നോ? Therefore, can you say അവിടുത്തെ റാഞ്ചിയിലെ SP എന്ന് പറഞ്ഞേ, റാഞ്ചിയിലെ that is 12,000 plus ഡയറക്റ്റ് 4,000 ചെയ്തപ്പം you will get 16,000 rupees. 16,000 rupees. അവിടെ വളരെ ശ്രദ്ധിക്കണം. One state to another. One state to another means the transaction is
ഇന്റർസ്റ്റേറ്റ്. വളരെ ശ്രദ്ധിച്ചെഴുതിക്കേ. ഇന്റർസ്റ്റേറ്റിൽ നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ? IGST. വളരെ ചുരുക്കം പ്രോബ്ലമേ IGST ചെയ്യേണ്ടി വന്നുള്ളൂ. IGST എത്രന്? 16,000 ഇൻറ്റു ഡയറക്റ്റ് 18%. ടോട്ടൽ അവിടെ ഡിവിഷൻ ഒന്നും ഇല്ല. കറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 2880 rupees. Right? 2880 rupees. Therefore, net GST payable. നെറ്റ് GST പേയബിൾ ആരാ കൊടുക്കണ്ടേ? ബനാറസുകാരൻ കൊടുക്കുമ്പം ബനാറസുകാരൻ്റെ ഇൻപുട്ട് ടാക്സും റാഞ്ചിക്കാരൻ്റെ ഔട്ട്പുട്ട് ടാക്സും. റൈറ്റ്? ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട്. ദാറ്റ് ഈസ് 2880 minus 2160. What is the final answer? 720 rupees ആണ് അവിടുത്തെ നെറ്റ് GST പേയബിൾ അറ്റ് ബനാറസ്. ഓക്കെ, ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ആർക്കാണ് ചാർജ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആള് ഇൻപുട്ട് ടാക്സും ആർക്ക് വിൽക്കുന്നോ അയാൾ ഔട്ട്പുട്ട് ടാക്സും. നെറ്റ് GST മീൻസ് ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. ഓക്കെ സ്റ്റുഡൻസ്, 3 ക്ലാസ്സിലായിട്ട് കഴിയുന്നിടത്തോളം പ്രോബ്ലംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നിങ്ങൾക്കിത് പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഗാഡ് ബ്ലെസ് യു.